ഇനി ഇന്ന് ചർച്ചയായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഖദർ വസ്ത്രധാരണത്തിൽ അജയ് തറയിലിന്റെ അഭിപ്രായത്തെ തള്ളി കോൺഗ്രസിലെ യുവനിര ഒന്നാകെ രംഗത്തെത്തി. സാധാരണക്കാർ ധരിക്കുന്ന വസ്ത്രം തന്നെയാണ് രാഷ്ട്രീയക്കാരും ധരിക്കേണ്ടത് എന്നാണ് യുവ നേതാക്കളുടെ നിലപാട്. ഇന്നത്തെ കാലഘട്ടത്തിലെ ട്രെൻഡിനനുസരിച്ച് മാറുകയാണ് വേണ്ടതെന്നും യുവ നേതാക്കൾ പറയുന്നു. ഖദർ ഇടണമെന്ന് പറയാനുള്ള അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശിക്കാനുള്ള അവകാശം നേതാക്കന്മാർക്കുണ്ട്. അതല്ല, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമെന്ന് അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഇതൊരു കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണല്ലോ, അപ്പോൾ അതിനകത്ത് എല്ലാ അഭിപ്രായങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ട്രെൻഡിനനുസരിച്ച് പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ അവരിൽ ഒരാളായി മാറാനായിട്ട് നമുക്ക് നല്ലത് ഇതുപോലുള്ള വസ്ത്രങ്ങളാണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിപ്രായവും യൂത്തിനൊപ്പമാണ്. ആ പ്രതികരണം കൂടി കാണാം. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. സ്വാതന്ത്ര്യ സമരമൊന്നും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്. അതിലൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷനും ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം എന്നായിരുന്നു അജയ് തറയിലിന്റെ ചോദ്യം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും കാണാത്ത രീതിയിൽ ഈ കോൺഗ്രസിനകത്ത് വിവാദമാകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. ഇപ്പോൾ ഖദറാണ് കോൺഗ്രസിൽ വീണ്ടും വിവാദമായിരിക്കുന്നത്. പല രീതിയിൽ പല തട്ടിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ഈ അജയ് തറയിൽ അഭിപ്രായം കൊണ്ട് ഒറ്റപ്പെടുകയാണോ? എന്താണ് ഈ അതിനോട് ഇന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒപ്പം ഈ പ്രതിപക്ഷ നേതാവ് കൃത്യമായി തന്നെ യുവ നേതാക്കൾക്കൊപ്പം നിൽക്കുന്നു എന്ന കാഴ്ചയും കാണുന്നു. റിനു. തീർച്ചയായും പ്രജിൻ, കാരണം യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിലാണ് അജയ് തറയിൽ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. നമുക്ക് തന്നെ അറിയാം, ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഖദർ വസ്ത്രം അണിഞ്ഞ ഒരു ആൾ എന്നുള്ള ഒരു ശാരീരിക പ്രകൃതി അല്ലെങ്കിൽ ശാരീരിക ഭംഗിയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ളത് പലർക്കും ഓർമ്മിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. അത്തരമൊരു ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് അജയ് തറയിൽ ഇത്തരമൊരു പരാമർശം നടത്തിയത്. കാരണം ഈ യൂത്ത് കോൺഗ്രസിന്റെ പഠന ക്യാമ്പിൽ ആരും ഇത്തരത്തിൽ ഖദറിനൊരു പ്രാധാന്യം നൽകിയില്ല. അതുകൊണ്ട് തന്നെ ഈ ലാളിത്യത്തിന്റെ പ്രതീകം ഖദറെന്നും ഈ മുതലാളിത്തത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൃത്യമായി ഖദർ ധരിക്കണമെന്നുള്ളൊരു അഭിപ്രായം കൂടി അജയ് തറയിൽ മുന്നോട്ട് വയ്ക്കുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെയും അദ്ദേഹം ആ അഭിപ്രായം പറയുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ അതിനെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ആദ്യം ശബരിനാഥാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരമൊരു അഭിപ്രായവുമായി, അതായത് അജയ് തറയിലിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായവുമായി രംഗത്ത് വരുന്നത്. ഈ ഖദർ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് അങ്ങ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ വസ്ത്രധാരണം, അവർക്ക് അവരുടേതായ വഴിക്ക് വിടുക എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഷാബി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ അത്തരമൊരു വ്യക്തി സ്വാതന്ത്ര്യത്തെ എടുത്ത് മുന്നോട്ട് വെച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവും യുവജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യമാണ്. സ്വാതന്ത്ര്യ സമരമൊന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. അവർ അത്തരം വസ്ത്രം ധരിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഈ പഠന കോൺഗ്രസിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഖദർ ഒഴിവാക്കിയതിനെതിരായിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ് അജയ് തറയിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ. റിനു ശ്രീധരാണ് തിരുവനന്തപുരത്തും വിശദാംശങ്ങൾ നൽകിയത്.